കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്നാൽ ഇന്ന് വരെ ഞാൻ ഈ കുട്ടിയെ കണ്ടിട്ടേയില്ല. ഇങ്ങോട്ട് മുന്നിലേക്ക് മാറി നിൽക്ക. എന്താ മോളെ മാളവിക, സുഖമായിട്ടിരിക്കുന്നോ? ചേച്ചി സുഖായിരിക്കുന്നോ ചേച്ചി? മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയോട് നിമിഷ നേരം കൊണ്ടോ കാലങ്ങളുടെ പരിചയമുള്ള ആളുകളെ പോലെ എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു? മാളവിക നാടകം കളിക്കുകയാണെങ്കിലും ഇക്കാര്യത്തിൽ അവൾ ഒന്നും ചെയ്തിട്ടില്ല. പുറത്തുനിന്ന് ആരോ ഇവൾക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. അതാരായിരിക്കും? ഇവിടെ നടന്നത് ഉടനെ അവിടെ അറിയുകയും നിമിഷ നേരം കൊണ്ട് കാര്യങ്ങൾ തകിടം മറിക്കുകയും ചെയ്തുവെങ്കിൽ അവരത്ര നിസ്സാരക്കാരല്ല. കുറേയേറെ പേര് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. വൈദേഹി, നിനക്കെന്താ പറ്റിയത്? ഇതുവരെ എന്ത് ചെയ്താലും അതിൽ നല്ലതും ചീത്തയും 1-3 വട്ടം ആലോചിച്ച് മാത്രമേ നീ ചെയ്യാറുള്ളൂ. പക്ഷെ ഈ കാര്യത്തിൽ എന്താ നീ ഇങ്ങനെ? കാരണം പറഞ്ഞ ആരും വിശ്വസിക്കില്ല. എന്റെ തെറ്റ് മറയ്ക്കാനാണെന്ന് എല്ലാവരും പറയും. പക്ഷെ ശരിക്കും തെറ്റ് ചെയ്യുന്നവരിവിടെ എളുപ്പത്തിൽ രക്ഷപ്പെടുന്നുണ്ട്. വളരെ നന്ദിയുണ്ട് അങ്കിൾ. കൃത്യസമയത്താ അങ്കിൾ ആ അനാഥാലയംകാരോട് സംസാരിച്ചത്. അല്ലായിരുന്നെങ്കിൽ എന്നെ അവര് കയ്യോടെ പിടികൂടിയനെ. നമ്മൾ ഇതുവരെ ചെയ്തതെല്ലാം വേസ്റ്റ് ആയേനെ. ശരി അങ്കിൾ, ഇവിടുത്തെ ഭിത്തിക്ക് പോലും ചെവിയുണ്ട്. ഫോണിൽ ഒത്തിരി സംസാരിക്കുന്നില്ല. വെക്കട്ടെ. പാവം വൈദേഹി, എന്നെ ബുക്ക് ചെയ്യാൻ പോയിട്ട് അവസാനം അവള് തന്നെ സ്വയം ബുക്കായിപ്പോയി. കയ്യെ പൊടിക്കടാ സാമി, കണ്ണ് തുറക്കടാ സാമി. അതെന്താ അജയ് അങ്ങനെ ചോദിച്ചേ? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് അജയനും കാണുന്നുണ്ടല്ലോ. അതൊക്കെ എന്നെ വല്ലാണ്ട് സന്തോഷിപ്പിക്കുന്നു. മാളവിക അച്ഛന്റെ അനന്തരവളാണെന്ന് ഇവിടെ എല്ലാരും വിശ്വസിച്ചു. വൈദേഹിക്ക് മാത്രം എങ്ങനെ സംശയം ഉണ്ടായി? അവള് വെറുതെ അങ്ങനെ ആരെയും സംശയിക്കാറില്ല. ഇന്ന് എന്തൊക്കെയാ അവള് കാട്ടിയത്? എല്ലാവരുടെയും മുമ്പിൽ ശരിക്കും നാണം കിട്ടും. അതുകൊണ്ടാ ഈ സന്തോഷം. മതി, നിർത്ത്. വൈദേഹി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തു പറഞ്ഞു. അത് ചുമ്മാ കളിക്കജയ. നമുക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ചെയ്യുന്ന ശരികൾ പോലും തെറ്റാണെന്നല്ലേ നമ്മൾ പറയൂ. എന്താ അങ്ങനെയല്ലേ? അത് തന്നെ. മനസ്സിലായല്ലോ? നമസ്കാരം സാറേ. നമസ്കാരം. ഇതാണ് സാർ ചോദിച്ച ഡോക്യുമെന്റ്സ്. വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തോളൂ.
എല്ലാം ശരിയാണ് വക്കീലെ. ശരി, ഞാനൊന്ന് ഇറങ്ങട്ടെ. അങ്ങനെ ആയിക്കോട്ടെ. ഇതൊന്നും എനിക്ക് വേണ്ടായിരുന്നു അമ്മാവ. എനിക്ക് അമ്മാവന്റെ ഈ സ്നേഹവും വാത്സല്യവും മതി. ഇതൊന്നും ആഗ്രഹിച്ചല്ല ഞാൻ വന്നത്. ഒരു മിനിറ്റ് നിൽക്കണേ അമ്മാവ. എന്താ മോളെ? ഞാൻ പറയുന്ന കേക്കച്ച, അവൾക്ക് ഇതിലൊന്നും താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞത്. കൊടുക്കണ്ട. വൈദേഹി, ദേവേട്ടൻ ഒരു മിനിറ്റ് നിൽക്ക്. എന്നോട് ക്ഷമിക്കച്ച. ഞാൻ എന്തിനു വേണ്ടി പറയുന്നതെന്നൊന്ന് മനസ്സിലാക്കിക്കൂടെ? കുറച്ച് ദിവസത്തേക്കെങ്കിലും ഈ ഭാഗം വെക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കാതിരിക്കാൻ. അതിനോടകം സത്യവും കള്ളവും എന്താണെന്ന് പുറത്തു വരും. വൈദേഹി പറഞ്ഞ കേക്കില്ല നീ. ദേവേട്ട, എന്നെ ദേവേട്ടന് നല്ലോണം അറിയാലോ. കാരണമില്ലാതെ ഞാൻ ആരെക്കുറിച്ചും തെറ്റു പറയാറില്ല. അങ്ങനെയുള്ളപ്പോ മാളവികയുടെ കാര്യത്തിൽ ഇത്രയേറെ വാശി പിടിക്കുന്നത് എന്തിനാന്ന് മനസ്സിലാക്ക്. അതെ അച്ഛ, അവൾ അച്ഛന്റെ അനന്തരവളല്ല. അത് തെളിയിക്കാൻ എനിക്ക് ഒരു അവസരം കൂടി തന്നാ മതിയാവും. അതുവരെ അച്ഛൻ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കരുത്. നിന്റെ മനസ്സിൽ എന്താ വൈദേഹി? എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത സംശയം നിനക്ക് എങ്ങനെയാ? ചോദിച്ച സ്ഥിതിക്ക് അവൾക്കൊരു അവസരം കൊടുത്തൂടെ? തെളിയിക്കാന്നല്ലേ അവള് പറഞ്ഞ്. അമ്മാവ ഒന്നിങ്ങ് വന്നേ, ഇങ്ങോട്ടിരിക്കെ. എന്താ മോളെ? വാ അമ്മാവ, ഇരിക്ക്. ഇരിക്കമ്മാവ. എന്താ മോളെ ഇത്? അതിങ്ങതാ. അമ്മാവന് വേണ്ടി ഞാൻ അടപ്രഥമൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അടപ്രഥമൻ ഉണ്ടാക്കിന്നോ? അതെ അമ്മാവ. അമ്മാവന് അടപ്രഥമൻ ഒത്തിരി ഇഷ്ടാണെന്ന് എനിക്കറിയാം. ചെറുപ്പത്തില് അമ്മ ഉണ്ടാക്കി തരുമ്പോ ഈ പായസം അമ്മാവന് വലിയ ഇഷ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താന്നറിയില്ല, എനിക്കത് അമ്മാവന് ഉണ്ടാക്കി തരണം എന്ന് തോന്നി. ഇപ്പൊ നീ എന്താ പറഞ്ഞ ഊർമിളെ? എന്തായാലും വൈദേഹിക്ക് ഒരു അവസരം കൊടുക്ക്, അവള് തെളിയിക്കട്ടെ എന്നല്ലേ? അതിന്റെ ആവശ്യം ഇനിയില്ല. മാളവിക എന്റെ അനന്തരവള് തന്നെയാ. ഇപ്പൊ എനിക്ക് മനസ്സിലായി. എനിക്ക് അടപ്രഥമൻ അത്രയേറെ ഇഷ്ടമാണെന്ന് എന്റെ ശാന്തമയ്ക്കും കൗസല്യയ്ക്കും മാത്രമേ അറിയൂ. നിങ്ങൾക്ക് ആർക്കും ആ കാര്യം അറിയില്ലല്ലോ. അതിങ്ങ് താമോടെ. ഞാൻ തരാം, അമ്മാവൻ കഴിച്ചോ. എങ്ങനെയുണ്ട് അമ്മാവ? വളരെ നല്ലതാണ് മോളെ. എന്റെ ശാന്തമ ഉണ്ടാക്കിയതുപോലെ തന്നെയുണ്ട്. ഈശ്വര, അടപ്രഥമന് ഇഷ്ടമാണെന്ന് പറഞ്ഞ അനന്തരവളാവാൻ പറ്റുമോ? എനിക്ക് മതി മോളെ. ഇനി ഈ കാര്യത്തെക്കുറിച്ച് ഇവിടെ ആരും അധികം ചിന്തിക്കണ്ട. വേണ്ടാത്ത സംശയങ്ങളുടെ പുറകെ പോയി വെറുതെ മനസ്സും വിഷമിപ്പിക്കണ്ട. പാവം അച്ഛ,
മാളവികയുടെ കഴുത്തിലെ താലി കണ്ടപ്പോ തൊട്ട് തുടങ്ങിയതാ. അവക്ക് എന്തോ മാനസിക വിഭ്രാന്തി ഉണ്ടായതാവും. അതാ ഇങ്ങനെയൊക്കെ. അല്ലെങ്കിൽ തന്നെ നിന്നേക്കാളും മുമ്പേ കല്യാണം കഴിച്ചവളായിട്ടും മാളവികയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. നിന്നെ കൊണ്ട് എന്തേ പറ്റുന്നില്ല വൈദേഹി? അങ്ങനൊന്നും പറയല്ലേ ചേച്ചി. വൈദേഹി ചേച്ചിക്ക് എന്നെ വലിയ കാര്യമൊക്കെ തന്നെയാ. പക്ഷേ ചെറിയൊരു തെറ്റിദ്ധാരണ കാരണം ചേച്ചി എന്നെ ഇത്രയേറെ സംശയിക്കുന്നത്. എല്ലാ തെറ്റിദ്ധാരണകളും കുറച്ചു കഴിയുമ്പോ മാറിക്കോളും. ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, മാളവിക ഈ കുടുംബത്തിലെ കുട്ടിയല്ല. അതിലിനി മറിച്ചൊന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ അമ്മാവനും അമ്മായിയും ഒത്ത് ചെറുപ്പത്തിൽ കളിച്ചുകൊണ്ടിരുന്ന കളിപ്പാട്ട് എവിടുന്ന് കിട്ടി? കഴുത്തി കിടക്കുന്ന താലി എവിടുന്ന് വന്നു? എന്റെ ദേവേട്ടൻ ചെറുപ്പത്തിൽ കെട്ടിയതാ പോലും. അപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അവള് പറയുന്നുണ്ട്. എന്നിട്ടിതേ അടപ്രഥമന്റെ കാര്യം തന്നെ എടുത്താൽ അതിശയം തോന്നിപ്പോവാ. അച്ഛനത് ഇഷ്ടാന്ന് പറഞ്ഞുണ്ടാക്കി കൊടുത്തിരിക്കുന്നു. എന്നുവെച്ചാ അവൾ അച്ഛന്റെ അനന്തരവളല്ലെങ്കിലും ആണെന്ന് പറയിപ്പിക്കാൻ വേണ്ടുന്ന എല്ലാ തെളിവുകളും അവളുടെ അടുത്തുണ്ട്. പക്ഷെ അവൾ ഇവിടുത്തെ കുട്ടി അല്ലാത്തപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവൾ എങ്ങനെ മനസ്സിലാക്കുന്നു? അത് ഞാൻ കണ്ടുപിടിച്ചോളാം. നീ എന്താ തിരയുന്ന വൈദേഹി? നിന്റെ മനസ്സിലെ ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇവിടെ ഓരോ പ്രാവശ്യവും മാളവിക അമ്മായിയുടെ മോള് തന്നെയാണെന്ന് ഇവിടെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. മാത്രമല്ല നിന്റെ ഓരോ പരിശ്രമവും വീണ്ടും വീണ്ടും ആ സത്യത്തെ ഊട്ടിയുറപ്പിക്കും പോലെയാണല്ലോ നടക്കുന്നേ. നിന്റെ സംശയങ്ങൾക്കാണെങ്കിൽ ഇതുവരെ ഒരു തെളിവും കിട്ടിയില്ല. പിന്നെ എന്തിനാ നീ അതിന്റെ പുറകെ പോകുന്നേ? ഒരുപക്ഷെ ഇപ്പൊ എനിക്ക് പകരം ആ മാളവിക എങ്ങോട്ട് വന്നെങ്കിലോ? നീ അവളുടെ പെട്ടി തപ്പുന്ന അവള് കണ്ടാ അതിൽ പരം നാണക്കേട് വരെയുണ്ടോ? നിന്റെ മനസ്സിൽ യാതൊരു ദുരുദ്ദേശവും ഉണ്ടാവില്ലായിരിക്കാം. എന്നാലും നീ ഇപ്പൊ ചെയ്യുന്നതൊന്നും ശരിയല്ല വൈദേഹി. ഞാൻ മറ്റൊന്നും മനസ്സിൽ വെച്ചോണ്ട് പറയുന്നതുമല്ല. നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ദേവേട്ടൻ എന്റെ നല്ലതിനു വേണ്ടിയാ പറയുന്നതെന്നറിയാം. ദേവേട്ടന്റെ സ്നേഹം അത്. പക്ഷേ ഒരു കള്ളം തെളിയിക്കാനാവാത്തത് കൊണ്ട് ഒരു കള്ളം ശരിയാണെന്ന് വരുത്തി തീർക്കുന്നത് വേറെ എത്രയെത്ര പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് വളരെ വലിയ അപകടം തന്നെ ഉണ്ടായേക്കാം.
കുറച്ചു നേരത്തേക്ക് ഞാൻ പറയുന്നതൊക്കെ സത്യമാണെന്ന് ദേവേട്ടൻ ഒന്ന് വിശ്വസിക്ക്. ഇപ്പൊ മാളവിക ദേവേട്ടന്റെ അമ്മയുടെ മോളല്ല. അങ്ങനെ വരുമ്പോ ഉണ്ടാവുന്ന നഷ്ടങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പകുതി സ്വത്ത് അവളുടെ പേരിലേക്ക് പോകും. സ്വത്ത് പോയ പോട്ടേന്ന് വെക്ക്. നാളെ അവൾ ആൾമാറാട്ടക്കാരിയാണെന്ന് മനസ്സിലാവുമ്പോ എങ്ങനെയെങ്കിലും തിരിച്ചു വാങ്ങാന്ന് വിചാരിക്കാം. ഇല്ലെങ്കിൽ പോട്ടേന്ന് വെക്കാം. എന്നാലും ശരിക്കുള്ള അവകാശം അവൾ അല്ലാന്നുണ്ടെങ്കിൽ വെറൊരു കള്ളിയായ സ്ത്രീക്ക് വേണ്ടി എന്റെ ഭർത്താവിനെ നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. ഞാൻ പറയുന്നത് ദേവേട്ടന് മനസ്സിലാവുന്നുണ്ടോ? ദേവേട്ടൻ താലി പോലും കെട്ടാത്ത ഒരു കള്ളിയായ സ്ത്രീയുടെ മുന്നിൽ ഭർത്താവാണെന്ന് പറഞ്ഞു നിന്നു കൊടുക്കണ്ടേ? അതാ എന്റെ ഏറ്റവും വലിയ വേദന. ദേവേട്ടാ, എന്നെ കാണാൻ വന്നതാണോ? ആദ്യമായിട്ടല്ലേ എന്റെ റൂമിലേക്ക് വരുന്നേ? ദേവേട്ടൻ ഇരിക്കേ. വൈദേഹി ചേച്ചി ഇരിക്കേ. ദേവേട്ടാ ഇരിക്കേ. എന്നാ സാരമില്ല ദേവേട്ട. ദേവേട്ടന് നിൽക്കുന്നതാ കംഫർട്ടബിൾ എങ്കിൽ അവിടെ തന്നെ നിന്നോ. ഞാൻ ഒരു കാര്യത്തിലും നിർബന്ധിക്കില്ല. ഇപ്പൊ തന്നെ ഞാൻ കാരണം എന്തൊക്കെ വേദനകളാ നിങ്ങൾ അനുഭവിക്കുന്നത്. അതെ ദേവേട്ട, ഞാനിങ്ങോട്ട് വന്നതുകൊണ്ടല്ലേ ഇത്രയേറെ പ്രശ്നങ്ങൾ. നിങ്ങൾ എന്റെ കുടുംബമാണെന്ന് അറിഞ്ഞപ്പോ വരാനിരിക്കുന്ന ആപത്ത് മനസ്സിലാക്കിക്കൊണ്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ. എന്നിട്ടും വൈദേഹി ചേച്ചിയല്ലേ എന്റെ കാല് പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന്. അന്ന് നിന്റെ ഉദ്ദേശം എനിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ ഇറങ്ങിപ്പോയതുപോലും നിന്റെ നാടകമാണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായത്. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പക്ഷേ വീണ്ടും ഞാൻ തിരിച്ചു വന്നതുകൊണ്ടല്ലേ ഈ വീട്ടിലുള്ളവരുടെ സമാധാനം നഷ്ടപ്പെട്ടത്. ഞാൻ എല്ലാം ഒളിപ്പിക്കാൻ ശ്രമിച്ചതാ. എന്നിട്ടും ചെറുപ്പത്തിൽ ദേവേട്ടൻ കെട്ടിയ താലി പുറത്തു വന്നു. അത് പുറത്ത് വന്നതല്ല, നീ പുറത്ത് കാണിച്ചതാ. അതും കൂടെ ആയപ്പോ വൈദേഹി ചേച്ചിയുടെ സമാധാനവും പോയി കിട്ടി. ദേവേട്ടനും അത് വിഷമല്ലേ? സത്യമായിട്ടും വൈദേഹി ചേച്ചിയുടെ വിഷമം കാണുമ്പോ എനിക്ക് വലിയ സങ്കടമുണ്ട്. ദേ ഇപ്പോഴും എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലോന്ന് തന്നെയാ. ജീവിതത്തിൽ ഒരാഗ്രഹവും ഇല്ലാതെ ജീവിച്ചിരുന്നവളാ. വീണ്ടും അവിടേക്ക് തിരിച്ചു പോകുന്നത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അമ്മാവൻ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചത് ഓർക്കുമ്പോ ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ ധൈര്യം കിട്ടുന്നതും ഇല്ല.